കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന CJPയും കേന്ദ്ര സർക്കാരും തമ്മിൽ ഇന്ന് നിർണായക ചർച്ച നടക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം, അതായത് 3:30-നാണ് ഈ കൂടിക്കാഴ്ച. ചർച്ച പൊളിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പാർലമെന്റ് മാർച്ചിന് CJP ആഹ്വാനം ചെയ്തേക്കും. അതേസമയം ജന്തർ മന്ദർ ഉൾപ്പെടുന്ന മേഖലയിൽ ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് മെട്രോ നിരോധനം ഇന്നും തുടരുകയാണ്. വിശദാംശങ്ങളുമായി പി ബസന്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബസന്ത്, 3:30 സമയത്തിന് വേണ്ടി ഇനി അധിക സമയമില്ല. 1.5 മണിക്കൂർ ശേഷം അടുത്ത ചർച്ചയിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെ സൂചനകളാണ് ലഭ്യമാകുന്നത്? ഇന്നലത്തെ 2 ആവശ്യങ്ങൾ അംഗീകരിച്ചു. ഇനിയുള്ളത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചാണ്. കേന്ദ്രം വഴങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ? മറിച്ചാണെങ്കിൽ CJPയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ബസന്ത്, പ്രതീക്ഷയുടെ ഉറപ്പാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ പിന്നോട്ടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ നിലപാട്, പ്രത്യേകിച്ച് CJPയുടേത്. ഇക്കാര്യം ഇന്ന് രാവിലെ തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധർമ്മേന്ദ്ര പ്രധാനെ കൈവിട്ടുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് സർക്കാർ തയ്യാറാകില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. രാഹുൽ ഗാന്ധി ആകട്ടെ ഇപ്പോൾ നിലപാട് പ്രതിപക്ഷത്തിന് വേണ്ടി കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിയെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും മന്ത്രാലയത്തിൽ മാറ്റിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും താനില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ സമരം നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. 3:30 മണിക്ക് സർക്കാരും CJPയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ രീതിയിലുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും CJPയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. സമരം തുടരും. നാളെ ഒരു കാൻഡിൽ മാർച്ച് CJP പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈകിട്ട് 6 മണിക്ക്. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച വീണ്ടും ഒരു പാർലമെന്റ് മാർച്ചിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയാണുള്ളത്. പക്ഷെ ഇപ്പോൾ ജന്തർ മന്ദറിന് സമീപം വീണ്ടും സംഘർഷം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ചില സൂചനകൾ വരുന്നുണ്ട്. അതായത് ഇന്ന് അവധി ദിവസമായതിനാൽ വിദ്യാർത്ഥികൾ കൂടുതലായി ഈ ഭാഗത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വലിയ തോതിൽ പോലീസ് സന്നാഹവും ഇവിടെ ഉണ്ട്. രാവിലെ മുതൽ തന്നെ പോലീസ് ജന്തർ മന്ദറിന്റെ ചുറ്റുവട്ടം ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ തോതിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ബാരിക്കേഡുകളൊക്കെ തന്നെ തറയിൽ ഉറപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് പോലീസ് പോകുന്നത്. പോലീസ് കണ്ണീർവാതകം ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുകയാണ് ജന്തർ മന്ദറിന്റെ പിറകിൽ. വലിയ തോതിലുള്ള സംഘർഷം ഇവിടെ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഈ ജന്തർ മന്ദർ മേഖലയിൽ. ബസന്ത്, ഈ കൂടുതൽ പ്രതിഷേധക്കാർ അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ അനുകൂലിച്ചുമൊക്കെ എത്തുന്ന ആളുകളെ തടയാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ആരോപണം വരുന്നത്? മറ്റൊന്ന്, ഇന്റർനെറ്റ് സേവനം വലിയൊരു പ്രതിസന്ധിക്ക് വഴിവെച്ചിരിക്കുകയാണ്. മെട്രോ സർവീസുകൾ മുടങ്ങുന്നു. അപ്പോൾ ഈ നഗരഹൃദയത്തിൽ ഉണ്ടാകുന്ന മറ്റ് തടസ്സങ്ങൾ എത്രത്തോളം ഉണ്ട് ബസന്ത്? വലിയ തോതിലുള്ള തടസ്സമാണ് നഗരത്തിൽ, പ്രത്യേകിച്ച് സെൻട്രൽ ഡൽഹി ഭാഗത്ത്. അതായത് ഈ ജന്തർ മന്ദറിന്റെ ചുറ്റളവിൽ 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് വലിയ തോതിൽ പോലീസ് നടപടികൾ ബന്ദോബസ്ത് എടുത്തിട്ടുള്ളത്, ബാരിക്കേഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ 18ഓളം മെട്രോ സ്റ്റേഷനുകളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ അടഞ്ഞു കിടക്കുന്നത്. ഇത് യാത്രക്കാർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ആ തരത്തിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ നിന്നത്. മറ്റൊന്ന്, ഈ പോലീസ് നടപടികൾ, അതായത് ഈ വരുന്ന 2 ദിവസം കൂടുതൽ വിദ്യാർത്ഥികൾ ഈ ഭാഗത്തേക്ക്, അതായത് ജന്തർ മന്ദറിൽ എത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് പോലീസ് ഇവിടെ പൂർണ്ണമായും തന്നെ ബാരിക്കേഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ബാരിക്കേഡുകൾ, അതായത് പോലീസ് ബാരിക്കേഡുകൾ തറയിൽ ഉറപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. ആണിയിട്ട് അത് ഉറപ്പിക്കുകയാണ്. അതായത് അപ്പോൾ വിദ്യാർത്ഥികളെ ഇതിന്റെ അകത്ത് തന്നെ നിർത്തുക എന്നുള്ളതാണ്. ഇതിന് പുറത്തേക്ക് പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള നീക്കങ്ങൾ പോലീസ് എടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സർക്കാർ ഇന്നത്തെ ചർച്ചയിൽ മന്ത്രിയെ മാറ്റില്ല എന്നുള്ള നിലപാട് തന്നെയായിരിക്കും പുറത്തേക്ക് വിടുന്നത്.